ഹായ് ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്. ഫസ്റ്റ് റിപ്പീറ്റിൽ ഒരു വിചാരിച്ച സ്കോറിലേക്ക് എത്താൻ സാധിക്കാതെ, നീറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കാതെ ഇനി റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളോടാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് തീരുമാനമെടുക്കാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു 4 കാര്യമാണ് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ കാര്യം, MBBS എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾക്ക് നെസസറി ആണോ എന്ന് സ്വയം നിങ്ങളൊന്ന് ചോദിക്കുക എന്നുള്ളതാണ്. അതായത് ഈ കോഴ്സ് MBBS എന്ന് പറയുന്നത് അതായത് ഒരു മെഡിക്കൽ സീറ്റ് നിങ്ങൾക്ക് അത്രയും ആവശ്യമാണ്, ഇതല്ലാതെ മറ്റൊരു കോഴ്സിലേക്കും എനിക്ക് പോകാൻ സാധിക്കില്ല, കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് ഇത് കിട്ടിയേ പറ്റൂ, ഇതെൻ്റെ 100% ഇതെൻ്റെ പാഷനാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം നിങ്ങൾ ഒരു ആത്മപരിശോധന നടത്തണം. മറ്റൊരു കോഴ്സിലേക്കും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. അങ്ങനെ നിങ്ങൾ പോയാൽ നിങ്ങൾ അവിടെ ഹാപ്പി ആവില്ല. ഈ കോഴ്സ് തന്നെ വേണം, MBBS തന്നെ വേണം എന്ന് നിങ്ങൾക്ക് അത്രയും ആഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ കാര്യം, ആദ്യ ചാൻസിൽ നിങ്ങൾക്ക് നീറ്റ് കിട്ടാത്തതിന്റെ കാരണം എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ പറയാൻ സാധിക്കണം. മറ്റാരോടും അല്ല, സ്വയം പറയാൻ സാധിക്കണം. ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് നീറ്റ് കിട്ടാത്തത്. ഞാൻ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്ത സമയത്ത് ഇതൊക്കെയായിരുന്നു എൻ്റെ മിസ്റ്റേക്കുകൾ. ഈ മിസ്റ്റേക്കുകളൊക്കെ തിരുത്തി മുമ്പോട്ട് പോകണം. അങ്ങനെ ഒരു കൃത്യമായ ഇവാലുവേഷൻ കഴിഞ്ഞ നീറ്റിൽ നിങ്ങൾക്ക് നടത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. അത് അങ്ങനെ സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കുട്ടികളാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യ ചാൻസിൽ പലപ്പോഴും ഒരു ജനറൽ സെയിങ് ഉണ്ട്, ഒരു 500ന്റെ മുകളിൽ മാർക്ക് അല്ലെങ്കിൽ 400ന്റെ മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ, ഇത്ര മാർക്ക് ഉണ്ടെങ്കിൽ ആദ്യ ചാൻസിൽ ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്താൽ നീറ്റ് കിട്ടും. ഒരു 100 മാർക്ക് 200 മാർക്ക് വളരെ കുറഞ്ഞ മാർക്ക് ആണെങ്കിൽ റിപ്പീറ്റ് ചെയ്യേണ്ടതില്ല. അങ്ങനെ ഒരു ജനറൽ സെയിങ് ഉണ്ട്. അത് 100% ശരിയല്ല. മാർക്കല്ല അവിടുത്തെ ക്രൈറ്റീരിയ. കാരണം ആദ്യത്തെ പരീക്ഷയും രണ്ടാമത്തെ പരീക്ഷയും രണ്ട് പരീക്ഷയാണ്. ആദ്യത്തെ പരീക്ഷയിൽ ഇത്ര മാർക്ക് കിട്ടിയെന്ന് കരുതി രണ്ടാമത്തെ പരീക്ഷയിൽ നമുക്ക്, അതായത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് എക്സാം ആയതുകൊണ്ട് ആ മാർക്കിന്റെ ബേസിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്ക്, എന്തുകൊണ്ട് നീറ്റ് കിട്ടിയില്ല, എന്തുകൊണ്ട് നിങ്ങൾ ആ സ്കോറിൽ സ്റ്റെക്കായി പോയി എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അനാലിസിസ് നടത്താൻ സാധിക്കണം. ആ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യാനുള്ള എഫേർട്ട്, 100% എഫേർട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇടാൻ സാധിക്കണം. അങ്ങനെ ആ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്ത് എഫേർട്ട് ഇട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കണം. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുമെന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. മൂന്നാമത്തെ പോയിന്റ്, റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രഷർ ഉണ്ടാവും. കഴിഞ്ഞ വർഷത്തേക്കാൾ പ്രഷർ ഉണ്ടാവും. കാരണം റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ തവണ എന്തായാലും കിട്ടണം എന്നുള്ള ഒരു വാശിയും, അതേപോലെ കിട്ടിയില്ലെങ്കിൽ അങ്ങനെ തോട്ട്സ് ഒക്കെ നിങ്ങളെ മനസ്സിലൂടെ വന്നു പോകുന്നുണ്ടാവും. അത് കാരണം നിങ്ങൾക്ക് പലപ്പോഴും പ്രഷർ ഉണ്ടാവും, നിങ്ങൾ ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ആദ്യം മുന്നിൽ കാണണം. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്നത് മുതൽ അതിന്റെ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ ആദ്യം പ്രിപ്പയർഡ് ആയിരിക്കണം. ആ പ്രഷർ ഒരിക്കലും നിങ്ങളെ സ്റ്റഡീസിനെ ബാധിക്കാൻ പാടില്ല. എത്ര ബുദ്ധിമുട്ട് വന്നാലും, എത്ര വാരിയേഷൻസ് വന്നാലും, എത്ര മെന്റൽ ഫ്ലക്ച്വേഷൻസ് വന്നാലും ഞാൻ എൻ്റെ സ്റ്റഡീസും കൊണ്ട് മുമ്പോട്ട് പോകും എന്നുള്ള ആ ഒരു സീരിയസ്നെസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. അങ്ങനെ നിങ്ങൾ 100% കോൺഫിഡൻ്റ് ആണ് ആ കാര്യത്തിൽ, പ്രഷർ ഹാൻഡിൽ ചെയ്യാനുള്ള കാര്യത്തിൽ നിങ്ങൾ 100% കോൺഫിഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇനി നാലാമത്തെ പോയിന്റ്, ഞാൻ ഈ ആദ്യം പറഞ്ഞ 3 പോയിന്റിനോട് ചേർത്ത് വെക്കാവുന്ന പോയിന്റാണ് നാലാമത്തത്. നിങ്ങളുടെ സ്റ്റഡീസ് കൊണ്ടുപോകുന്ന സമയത്ത് യാതൊരു കാരണവശാലും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവരുത്. നിങ്ങളുടെ സീരിയസ്നെസ്സിൽ നിന്ന് നിങ്ങൾ വിട്ടുപോകരുത്. കാരണം റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് മുതൽ നമ്മൾ ഭയങ്കര സീരിയസ് ആയിരിക്കും, ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരിക്കും. ഇത്തവണ ക്രാക്ക് ചെയ്യും എന്നുള്ള ആ ഒരു ബോധ്യത്തിലൊക്കെ ആയിരിക്കും നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ സമയം മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് ഇതൊരു 8-9 മാസത്തെ പ്രോസസ് അല്ലേ. 8-9 മാസം കൃത്യമായിട്ട് അങ്ങനെ ഒരു കണക്ക് പറയാൻ പറ്റില്ല. എന്നാലും അത്രയും സമയം എടുക്കുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളൊരു 3-4 മാസം കഴിഞ്ഞാൽ നമ്മൾ മെന്റലി വാരി ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി, ഇതിലേക്ക് ഇറങ്ങുകയും ചെയ്തു, ഇനി ഇത് നമുക്ക് വിചാരിച്ച പോലെ പോവുക, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത കുട്ടികൾക്ക് അറിയാം എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്തൊക്കെ തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ആണ് വരാൻ സാധ്യത ഉള്ളത്. അത് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. എക്സ്റ്റേണൽ എഫക്റ്റ് ആവാം, സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നുള്ളാവാം, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്നുള്ളാവാം, റിലേറ്റീവ്സ്, അങ്ങനെ പലതും ഉണ്ടാവും. ഇതൊന്നും നിങ്ങളെ ബാധിക്കാതിരിക്കാൻ ഒരു ഷീൽഡ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പുറത്തുള്ള നെഗറ്റീവ്സ് ഒന്നും നിങ്ങളെ മൈൻഡിലേക്ക് കയറാതെ, റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിൽ ഈ നീറ്റ് അല്ലാതെ മറ്റൊന്നും ഉണ്ടാവാൻ പാടില്ല, അക്കാഡമിക്സ് അല്ലാതെ വേറെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം, കൂടുതൽ എക്സാമിനേഷൻ എഴുതണം, കൂടുതൽ കണ്ടന്റ് പഠിക്കണം. ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോലെ മിസ്റ്റേക്കുകൾ ലാസ്റ്റ് നമ്മൾ പഠിക്കുന്ന സമയത്തുള്ള മിസ്റ്റേക്കുകൾ എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ധാരണ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിസിക്സ് ആയിരുന്നു കുറച്ച് ടഫായപ്പോൾ നിങ്ങൾ പാനിക് ആയതായിരുന്നു നിങ്ങൾ ലാസ്റ്റ് ചാൻസിൽ കിട്ടാത്തതിൻ്റെ നിങ്ങൾ കണ്ടെത്തിയ ഒരു കാരണമെങ്കിൽ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫിസിക്സ് എത്ര ടഫായാലും കോൺഫിഡൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എന്നുള്ള ആ ഒരു പാറ്റേണിൽ തന്നെ നിങ്ങൾ ഫിസിക്സ് പഠിച്ചു തുടങ്ങണം. എക്സാമിനേഷനെ കുറിച്ച് നല്ല ധാരണ വേണം. ടൈം മാനേജ്മെന്റിൽ പ്രശ്നം വന്ന കുട്ടികളുണ്ടാവാം, മിസ്സായി പോയ. അപ്പോൾ അതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ടൈം മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. അങ്ങനെ 100% ഡെഡിക്കേഷനോട് കൂടി, ഡിസിപ്ലിനോട് കൂടി
ഒരു തരത്തിലും പഠനത്തിൽ നിന്നും പുറകോട്ട് പോകാതെ റിപ്പീറ്റ് ചെയ്യുന്ന കാലയളവിൽ മൊത്തം ആ ഒരു പാറ്റേണിൽ പഠിച്ച് പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആദ്യമേ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് റിപ്പീറ്റ് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്നും നോക്കേണ്ടില്ല, വേറെ അഭിപ്രായങ്ങളൊന്നും നിങ്ങൾ നോക്കേണ്ടില്ല. വൺസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ ഉറച്ചു നിൽക്കണം. ആ 100% ഇട്ടുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോകണം. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടിട്ട് റിപ്പീറ്റേഴ്സിന് മാത്രമായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് പ്രോഗ്രാമാണ് സൈലത്തിന്റെ ഫിനിക്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഫിനിക്സ് എപ്പോഴും ഒരു പ്രീമിയർ പ്രോഗ്രാമാണ്. ഫിനിക്സിന്റെ ക്ലാസ്സുകൾ ഞാൻ ഈ പറഞ്ഞ ഒരു പാറ്റേണിലായിരിക്കും പോവുക. അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ് ഫിനിക്സിന് സാധാരണ ഉണ്ടാവുക. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ഓൺലൈൻ ഫിനിക്സിനെ കുറിച്ചാണ്. അപ്പോൾ അൺനെസസറി ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോകാതെ കൃത്യമായ അക്കാഡമിക്സിൽ മാത്രം ഒതുങ്ങി നിന്ന് ഒരു 120 മിനിറ്റ്സ് ഫിസിക്സ് ക്ലാസ് ആണെങ്കിൽ, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും 120 മിനിറ്റ്സ് ക്ലാസ് ആണെങ്കിൽ ആ 120 മിനിറ്റ്സും അക്കാഡമിക്സ് മാത്രം, സബ്ജക്റ്റ് മാത്രം, ക്വസ്റ്റ്യൻസ് മാത്രം സംസാരിക്കുന്ന ബാച്ചാണ്. മറ്റൊരു തരത്തിലുള്ള ഒരു ഡീവിയേഷൻസിലേക്കും പോകാതെ വളരെ ഫാസ്റ്റ് ആയിട്ട് കണ്ടന്റ് പഠിക്കുകയും കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും, അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും, കൂടുതൽ എക്സാമിനേഷൻ എഴുതുകയും അങ്ങനെ നിങ്ങളെ ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുപോകുന്ന ബാച്ചാണ് ഫിനിക്സ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിനിക്സ് ബാച്ച് ഒരു നല്ല ചോയ്സ് ആണ്. അതും ഓൺലൈൻ ഫിനിക്സ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയം മാനേജ് ചെയ്തുകൊണ്ട് പഠിക്കാൻ സാധിക്കും. നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് കുട്ടികളാണ് നേരിട്ടും അല്ലാതെയൊക്കെ ഈ റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ, ഞാൻ റിപ്പീറ്റ് ചെയ്താൽ എനിക്ക് കിട്ടുമോ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളും അതേപോലെ ഫിനിക്സ് ബാച്ചിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കുട്ടികൾ നേരിട്ടും അല്ലാതൊക്കെ നമ്മളോട് മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പം ഇത് കാണുന്ന കുട്ടികൾക്ക് ഇത് കണ്ടു തീരുമ്പം റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിക്കാൻ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുക. റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫിനിക്സിലേക്ക് വരാം. നിങ്ങളുടെ പൾസ് അറിഞ്ഞുകൊണ്ട്, ഒരു റിപ്പീറ്ററിന്റെ പൾസ് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ പഠിപ്പിക്കും. കഴിഞ്ഞ മിസ്റ്റേക്കുകളൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകാം. ഫിനിക്സിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവാണ്. സോ ലേറ്റ് ആക്കേണ്ടതില്ല, നല്ലൊരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.